ഹലോ, എല്ലാവർക്കും മനുക്കുട്ടൻസ് കിച്ചണിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖല്ലേ? ഇന്ന് നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റാണ് കുഴിപ്പണിയാരം. അതായത് നമുക്കിപ്പോൾ ദോശമാവോ അല്ലെങ്കിൽ ഇഡ്ലി മാവോ ഒക്കെ കുറച്ചൊക്കെ ബാക്കി വന്നു കഴിഞ്ഞാൽ ഇതുകൊണ്ട് ഇപ്പോൾ എന്താ ചെയ്യാമെന്ന് ആലോചിച്ചിട്ടൊന്നും ആരും തല പുകയ്ക്കേണ്ട. അത് ഉപയോഗിച്ചിട്ട് നല്ലൊരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ്. ഇപ്പോൾ ഇത്രയും മാവ് എനിക്ക് ബാക്കി വന്നിട്ടുണ്ട് കേട്ടോ, ഇഡ്ലി മാവ്, ദോശമാവോ ഇഡ്ലി മാവോ. അപ്പോൾ ഞാൻ ഇതുകൊണ്ടാണ് ഇപ്പോൾ ഈ കുഴിപ്പണിയാരം ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. ഈ ഒരു കൺസിസ്റ്റൻസിയാണ് മാവിന്. ഇതാ കണ്ടില്ലേ? ഇനി അതിലേക്ക് നമ്മൾ കുറച്ച് ഉപ്പ് ചേർക്കുക. ഞാൻ ആവശ്യത്തിനാണ് ഉപ്പ് ചേർക്കാറ്. ഇനി അത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. നമുക്കടിച്ചത് നീക്കി വയ്ക്കാം. ഇനി ഇതാ ഫ്ലെയിം ഓൺ ചെയ്ത് ഒരു പാൻ വയ്ക്കുക. പാൻ ചൂടാവുമ്പോൾ നമുക്കതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഞാൻ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. കുറച്ച് ഉഴുന്നുപരിപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അത് നന്നായിട്ടൊന്ന് പൊട്ടി വരട്ടെ. ഇനി ഇത് ചെറിയ ഉള്ളിയാണ്, ഇതുപോലെ ചെറുതായി കട്ട് ചെയ്ത് വെച്ചതാണ്. ചെറിയ ഉള്ളി എടുക്കുക, അതായിരിക്കും കൂടുതൽ ടേസ്റ്റ്. ഇതുപോലെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇത് പച്ചമുളകാണ്, നമ്മുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ഇത് കറിവേപ്പില. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അത് നന്നായിട്ടൊന്ന് വാടി വരണം കേട്ടോ. കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം നമുക്ക്, അതായത് വെജിറ്റബിൾസിൽ കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒന്നുകൂടെ മിക്സ് ചെയ്തെടുക്കാം. ഇതാ നന്നായിട്ടായിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇതാ ഇപ്പോൾ ആ മിക്സ് ഉണ്ടല്ലോ, അത് നമ്മുടെ ഈ മാവിലേക്ക് ഇട്ട് കൊടുക്കാം. ഫുള്ളായിട്ട് ഇട്ട് കൊടുത്തു. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇപ്പോഴാണ് നമ്മുടെ ബാറ്റർ റെഡി ആയിട്ടുള്ളത് കുഴിപ്പണിയാരത്തിനുള്ള. ഇനി ഫ്ലെയിം ഓൺ ചെയ്യുക. ഇത് നമ്മുടെ ഉണ്ണിയപ്പമൊക്കെ ഉണ്ടാക്കുന്ന ചട്ടിയാണ്, ഇത് നോൺ സ്റ്റിക്കാണ് കേട്ടോ. എന്നിട്ട് അത് ചൂടായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം, വെളിച്ചെണ്ണ. എന്നിട്ട് ഇത് അതിലേക്ക് ഇത് കുറേശ്ശെ, നിറയെ ഒഴിച്ചു കൊടുക്കരുത്. നമ്മൾ ഉണ്ണിയപ്പത്തിന് ഒഴിക്കുന്ന പോലെ തന്നെ അതിൻ്റെ ഒരു പകുതി മുക്കാൽ ഭാഗത്തോളം ഈ മാവ് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് അതൊരു ഭാഗം ആവുമ്പോൾ മറുഭാഗം ഇതുപോലെ തിരിച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം. നമ്മൾ ഉണ്ണിയപ്പത്തിന് ചെയ്യുന്ന പോലെ തന്നെ എല്ലാം ഇതുപോലെ തിരിച്ചിട്ടെടുത്ത് കുക്ക് ചെയ്തെടുക്കാം. കണ്ടില്ലേ? ഇത് നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റുമാണ്, നല്ലൊരു സ്നാക്സുമായിട്ട് ഉപയോഗിക്കാം. നമ്മുടെ കുഴിപ്പണിയാരം റെഡി ആയിട്ടുണ്ട്. വളരെ എളുപ്പമല്ലേ? അപ്പോൾ ദോശമാവോ ഇഡ്ലി മാവോ ബാക്കിയുണ്ടെങ്കിൽ വേഗം തന്നെ എല്ലാവരും ഉണ്ടാക്കിക്കോളൂ കേട്ടോ. ഇനിയിപ്പോൾ ഇതുകൊണ്ട് ഇനി എന്താ ഉണ്ടാക്കുക എന്നൊന്നും ആലോചിച്ചിട്ട് ആരും ടെൻഷൻ ആവേണ്ട കാര്യമില്ല. ഇപ്പോൾ കുറച്ചൊക്കെ ദോശമാവോ ഇഡ്ലി മാവോ ഒക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതുകൊണ്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ദോശയോ ഇഡ്ഡലിയോ ഒന്നും ഉണ്ടാക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഇതുപോലൊരു നല്ലൊരു അടിപൊളി, എല്ലാവർക്കും ഇഷ്ടപ്പെടും കേട്ടോ. നല്ലൊരു ടേസ്റ്റാണ്. ഇതിൻ്റെ കോമ്പിനേഷൻ എന്ന് പറയുന്നത് തേങ്ങാ ചട്നിയാണ്. നല്ല കുറച്ച് തിക്കായിട്ടുള്ള തേങ്ങാ ചട്നിയാണ്. നല്ലൊരു കോമ്പിനേഷനാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും ഇഷ്ടപ്പെടും, ഞാൻ ഉറപ്പ് തരുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി അഭിപ്രായം പറയാം കേട്ടോ. ഇതിവിടെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കുന്നതാണ്. എല്ലാവർക്കും ഇഷ്ടമാണ് ഈ ഒരു കുഴിപ്പണിയാരം. അപ്പോൾ എല്ലാവരും മറക്കാണ്ട് തന്നെ ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയുക. ഓക്കെ.